ഹായ് ഓൾ, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നത്. വിഷു ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വിഷു സദ്യേൻ്റെ സെർവ് ചെയ്യുന്ന വീഡിയോ ഇടാമെന്ന്. നെക്സ്റ്റ് ഇയർ ഞാൻ സദ്യ റെസിപ്പീസൊക്കെ വീഡിയോ ഇടാം കേട്ടോ. ഇപ്പം നമുക്ക് വിഷു സദ്യ എങ്ങനെയാണ് വിളമ്പുന്നതെന്ന് നോക്കാം. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഏത് സദ്യയിലും നമ്മൾ വാഴയിലയിലേ വിളമ്പുള്ളൂ. അപ്പോൾ വാഴയില ഫസ്റ്റ്. പിന്നെ നമുക്ക് ശർക്കര വരട്ടിന്ന് വയ്ക്കാം. അടുത്തായിട്ട് ബനാന ചിപ്സ്. പിന്നെ നമുക്ക് ഒരു സൈഡിൽ ഉപ്പിനെ വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടം വെച്ച് കൊടുക്കാം. ഒരു കൊണ്ടാട്ടം കൂടി ഉണ്ട് കേട്ടോ, മുളക് കൊണ്ടാട്ടം. അടുത്തതായിട്ട് നമുക്ക് പഴം വെച്ച് കൊടുക്കാം. അടുത്ത് നമുക്ക് മാങ്ങ അച്ചാറിന് വിളമ്പാം. അച്ചാർ 2 കൂട്ടുണ്ട് കേട്ടോ. ഇത് നാരങ്ങ അച്ചാറാണ്. അടുത്ത് നമുക്ക് ഇഞ്ചിക്കറീനെ വിളമ്പാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരൈറ്റായിട്ടോ ഇത്. അടുത്ത് നമുക്ക് ബീട്രൂട്ട് പച്ചടി വിളമ്പാം. അടുത്തത് കൂട്ടുകറി. കൂട്ടുകറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഞാനതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അടുത്തത് മുന്തിരി പച്ചടി. നെക്സ്റ്റ് നമുക്ക് തോരൻ വിളമ്പാം. ഞാൻ ക്യാബേജ് തോരനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിയൽ വിളമ്പാം. അവിയലിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അടുത്തത് കാളൻ വിളമ്പാം. ഇനി പരിപ്പ് കറി വിളമ്പാം. അടുത്തത് ഓലനാണേ. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ഞാനൊക്കെ സദ്യ ആണെങ്കിൽ ഒരുപാട് ചോറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറിലോട്ട് അല്പം നെയ്യ് ചേർക്കാം. പിന്നെ സദ്യയുടെ മെയിൻ ആയിട്ടുള്ള സാമ്പാറില്ലാതെ സദ്യയില്ലല്ലോ. പിന്നെ നമുക്ക് വേണ്ടതാണ് പപ്പടം. അടുത്തത് ബോളി കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഭാഗത്തേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. അടുത്തതായിട്ട് ഒരല്പം മോര്. നെക്സ്റ്റ് നമുക്ക് രസം. പിന്നെ നമുക്കുള്ളത് 2 കൂട്ടം പായസമാണ്. പാലട പ്രഥമനുണ്ട്, പരിപ്പ് പ്രഥമനുണ്ട്. ഇപ്പം ഞാൻ സദ്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും വിളമ്പിയിട്ടുണ്ട്. എനിക്കറിയില്ല ഇനി വിട്ടുപോയിട്ടുണ്ട് പറയണം കേട്ടോ. ഞങ്ങളെ സദ്യ ഇതാണ് കേട്ടോ. ഈ സദ്യ വിളമ്പിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.